പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ വാട്സപ്പിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാറുണ്ട്, നമ്മുടെ പല സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചില വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാനും പല രീതിയിലും ചില വാക്കുകൾ നമ്മൾ ഇമ്പോർട്ടന്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നു. ചിലപ്പോൾ വാട്സപ്പിൽ നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ട സാഹചര്യം വരുന്നു, ഒന്നിന് താഴെ ഒന്നായിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ ഈ കീബോർഡിലെ സിംബലുകൾ ചേർത്ത് പല രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ലാസ്റ്റിലുള്ള 2 ട്രിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനമാണ്, നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ട്രിക്കാണ് ലാസ്റ്റിൽ പറയുന്ന 2 ട്രിക്കുകൾ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ചാറ്റ് തന്നെ ഞാൻ എടുക്കാൻ പോവുകയാണ്. നമുക്കറിയാം യൂസ് സെൽഫ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് യൂസ് സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാനൊരു സെന്റൻസ് ടൈപ്പ് ചെയ്യുകയാണ്, പക്ഷെ അതിൽ ഒരു വാക്ക് നമുക്ക് ബോൾഡായി നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് ചെയ്ത് നല്ല രീതിയിൽ കാണണം. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ സെന്റൻസ് ആദ്യം ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ഞാൻ മൈ യൂട്യൂബ് ചാനൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ചാനൽ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ബോൾഡായിട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ചാനൽ എന്നുള്ള വാക്കിന്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് സ്റ്റാർ ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ലാസ്റ്റ് ഭാഗത്തും ഇതുപോലെ സ്റ്റാർ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇത് നമുക്ക് കാണാൻ സാധിക്കും മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ആ ചാനൽ എന്ന് പറയുന്ന ഭാഗം ഇപ്പോൾ നല്ല പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് കിട്ടുന്ന ആളിനത് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. ഇനി നമുക്ക് രണ്ടാമതായി ഇതിപ്പോൾ ഒരു സാധനത്തിന്റെ വില ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇവർക്ക് സാധനത്തിന്റെ വില 5000 രൂപ അല്ല 3000 രൂപയാണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാണെന്ന് വെച്ചോളൂ. ഇതിൽ നമുക്ക് 5000 എന്ന് എഴുതിക്കുന്ന ടെക്സ്റ്റിന്റെ നടുഭാഗത്തൊരു വെട്ട് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം ഈ 5000ന്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന സിമ്പൽ ഫസ്റ്റ് ഭാഗത്തും അതുപോലെ ലാസ്റ്റ് ഭാഗത്തും ഇതുപോലെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ഒരു വെട്ട് വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നമ്മളൊരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഒരു വാക്കിന് മാത്രം ഒരു വ്യത്യസ്തത കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു സെന്റൻസ് എഴുതി കാണിച്ചു തരാം. മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ MK ചോയ്സിന്റെ ചാനലിന്റെ നെയിം ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ MK ചോയ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിന്റെ നെയിം വ്യത്യസ്ത രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സിമ്പിൾ എടുത്തതിന് ശേഷം എല്ലാ കീബോർഡിലും ഈ സിമ്പിളുകളെല്ലാം കാണാൻ സാധിക്കും കേട്ടോ. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സിമ്പിൾ 3 പ്രാവശ്യം ഫസ്റ്റും അതുപോലെ 3 പ്രാവശ്യം ലാസ്റ്റിലും കൊടുത്തതിന് ശേഷം നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ MK ചോയ്സ് എന്ന് പറയുന്ന ഭാഗം മാത്രം നിങ്ങൾക്കറിയാൻ കാണാൻ സാധിക്കും. അവിടെ ഒരു വ്യത്യസ്തത പുലർത്തിയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സെന്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെന്റൻസ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ മൈ യൂട്യൂബ് ചാനൽ എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മുമ്പിലും പിൻപിലും നമ്മൾ നേരത്തെ കൊടുത്ത സിമ്പിൾ ഒന്ന് ഫസ്റ്റിലും ഒന്ന് ലാസ്റ്റിലും ഇതുപോലെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഭാഗം അത്രയും ഷെയ്ഡ് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ആ ഭാഗം അത്രയും ഷെയ്ഡ് വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഒരു വാക്ക് നമുക്ക് ചരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ രീതിയിൽ ചരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാനൊരു അതിന് വേണ്ടിയിട്ട് ഒരു സെന്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ മൈ ചാനൽ MK ചോയ്സ് എന്ന് ഞാൻ ഇത് ടൈപ്പ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ചാനൽ എന്ന വാക്ക് നമുക്ക്
ചരിഞ്ഞ് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിള് നമ്മൾ ഫസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റിലും ആ സിമ്പിൾ കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഭാഗം മാത്രം, ചാനൽ എന്ന് പറയുന്ന ഭാഗം മാത്രം, ആ വാക്ക് മാത്രം നമുക്ക് ചരിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇനി അടുത്തുള്ള 2 ട്രിക്കുകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് വിചാരിക്കുക. എന്തിന്റെങ്കിലും ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. എന്തെങ്കിലും സാധനം വാങ്ങേണ്ടതോ എന്തെങ്കിലും ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1, 2 എന്ന് ഇട്ട് ലിസ്റ്റ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പോയിന്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സ്പേസ് കൊടുക്കുക. അപ്പോൾ ഈ 1 ഇങ്ങോട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ എന്താണോ കാര്യം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു സാധനത്തിന്റെ പേരായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഗുഡ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ എന്റർ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2 വരികയും അതുപോലെ പോയിന്റ് വരികയും ചെയ്യുന്നു. അത് നമുക്ക് മറ്റൊരു വാക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ എന്റർ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ പോകുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരമായിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇതുപോലെ ഏത് വാക്ക് എഴുതിയാലും ഇതുപോലെ ആ അക്കം എങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ വാക്ക് എഴുതിയതിനു ശേഷം എന്റർ ബട്ടൺ അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഏത് വാക്കും എഴുതാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഈ 1, 2 എന്നുള്ള ആ അക്കം മാറിയ ശേഷം ഒരു പോയിന്റ് മാത്രം കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും വഴിയുണ്ട് കേട്ടോ. നമ്മൾ അതിനു വേണ്ടി ഇതുപോലെ സ്റ്റാർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സ്പേസ് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ആയി. നമുക്കിവിടെ എന്ത് കാര്യം വേണമെങ്കിലും ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്റർ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് വീണ്ടും അവിടെ ഒരു പോയിന്റ് വരും. അതിനുശേഷം നമുക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ്ടോ, ഇതുപോലെ പോയിന്റ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ അയച്ചു കൊടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ടെക്സ്റ്റിലുള്ള ഈ ട്രിക്കുകളെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ആവശ്യം വരും. ഇത്തരത്തിലുള്ള മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.